ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ശനിയുടെ രാശിമാറ്റം. 2025 മാർച്ച് 29 രാത്രി ശനിഗ്രഹം കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് രാശി മാറുന്നു. അതായത് മേടക്കുറുകാർക്ക് 7.5 ശനി കാലം ആരംഭിക്കുന്നു. അപ്പം മേടക്കുറുകാർക്ക്, മേടലഗ്നക്കാർക്ക് ഈ ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ ശനി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഒരു ഭയമാണ്. അപ്പം ശനിയുടെ രാശിമാറ്റത്തെ പറ്റി ഭയപ്പെടേണ്ടതുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, എന്ത് കർമ്മം ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും അത് പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി. അതേസമയം നമ്മൾ പഠന തൽപരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ടും നമുക്ക് ശനിയെ കാണാം. ഇപ്പം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി. അതായത് ദുരിതങ്ങൾ അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് നൽകുന്നതും ശനിയാണ്. അപ്പം അധ്വാനത്തിൻ്റെ അച്ചടക്കം, അതുപോലെ ക്ഷമാശീലം, നീതിബോധം, കഷ്ടപ്പാട്, സുഖം, ഈശ്വരകടാക്ഷം ഇവയൊക്കെ കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവാണ് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം. അപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് 10ഉം 11ഉം ഭാവാധിപനാണ്. ഇപ്പോൾ ആ ശനി 11ാം ഭാവാധിപനായിട്ട് 11ാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ്. 2025 മാർച്ച് 29 രാത്രി 11ൽ നിൽക്കുന്ന ആ ശനി 12ലേക്ക് രാശി മാറുന്നു. 12ാം ഭാവം മീനരാശിയാണ്. അത് ഗുരുവിൻ്റെ രാശിയാണ്. ശനിയും ഗുരുവും ഒക്കെ സമന്മാരായിട്ടുള്ള ഗ്രഹങ്ങളാണ്, ശത്രുഗ്രഹമല്ല. ഇപ്പം 2027 ജൂൺ മാസം 3-ാം തീയതി വരെ ആ ശനി മീനരാശിയിൽ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പം മീനരാശിയെ സംബന്ധിച്ചിടത്തോളം ആ മീനരാശിയിലെ 3 നക്ഷത്രങ്ങളിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് പോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, അതുപോലെ രേവതി നക്ഷത്രങ്ങളിലൂടെയാണ് മീനരാശിയിൽ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെന്ന് പറയുന്നത് ഗുരുഗ്രഹമാണ്, ശനിഗ്രഹമാണ്, ബുധഗ്രഹമാണ്. അതിൽ ഈ ഗുരുവും ബുധനും ഒക്കെ തന്നെ ശനിയുടെ മിത്രഗ്രഹങ്ങളാണ് എന്ന് നമുക്കെടുക്കാം, അല്ലെങ്കിൽ ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല. അപ്പോൾ പൊതുവെ മീനരാശിയിലേക്കുള്ള ശനി മാറ്റം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12ലാണ് ശനി വരുന്നത്. അപ്പോൾ 12ൽ ശനി വരിക എന്ന് പറയുമ്പോൾ മേടക്കൂറുകാർക്ക് 7.5 ശനിയുടെ ആരംഭമാണ് മാർച്ച് 29 രാത്രി മുതൽ. അതായത് 7.5 ശനി കാലം എന്ന് പറയുമ്പോൾ 7.5 വർഷമാണ്. ശനി മേടക്കൂറുകാരുടെ 12ലും ജന്മരാശിയിലും 2ലും സഞ്ചരിക്കുന്ന ആ 2.5 വീതമുള്ള 3 രാശികളിലെ ആ വർഷമാണ് 7.5 വർഷം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 2.5 വർഷമാണ്. അതായത് 7.5 ശനിയുടെ ആദ്യഘട്ടത്തിലാണ് ശനി ഇപ്പോൾ രാശി മാറി വരുന്നത്. ഇപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം 3 നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒന്ന് അശ്വതി, മറ്റൊന്ന് ഭരണി,
മറ്റൊന്ന് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദമാണ്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളുടെ അധിപന്മാരെന്ന് പറയുന്നത് അശ്വതിയുടെ അധിപൻ കേതുവാണ്, ഭരണിയുടെ അധിപൻ ശുക്രനാണ്, കാർത്തികയുടെ അധിപൻ സൂര്യനാണ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങളിലും പ്രത്യേകിച്ച് സൂര്യൻ എന്ന് പറയുന്നത് ഈ ശനിയുടെ ശത്രുഗ്രഹമാണ്. അപ്പോൾ 7 ശനി കാലം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രക്കാരെയാകും എന്ന് നമുക്ക് പ്രാരംഭഘട്ടത്തിൽ പറയാം. ഇനി നമുക്ക് ഈ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ശനിദശ കാലം എപ്പോഴായിരിക്കും എന്നും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ശനിദശാകാലം എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ശനിദശ വരുന്നത് ഏകദേശം 80 വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏകദേശം ഒരു 70 വയസ്സ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ശനിദശ വരുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഒരു 55, 57 ഈ വയസ്സിലൊക്കെ ആയിരിക്കും ഏകദേശം ഈ ശനിദശയുടെ ആരംഭകാലം എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ഈ ഓരോ നക്ഷത്രക്കാരുടെയും ജന്മശിഷ്ട ദശാകാലം അത് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ ശനിദശയുടെ ആരംഭകാലത്തിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഏത് ദശാസമയത്തും ഏത് ദശകളുടെ കാലഘട്ടത്തിലും ശനിയുടെ അപകാരകാലം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ലഗ്നാൽ ശനി ജാതകത്തിൽ നല്ല ഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥിതനാണെങ്കിൽ ഈ ഗോചരശനി വലിയ ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. ജാതകത്തിൽ ശനി അനിഷ്ടസ്ഥിതനായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ 7 ശനി കാലം എന്ന് പറയുന്നത് അല്പദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. ഇനി മേടക്കൂറുകാർക്ക് 7 ശനിയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഒരേ അനുഭവങ്ങളായിരിക്കുമോ നൽകുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിന് മേടക്കൂറിലെ നക്ഷത്രക്കാരുടെ ലഗ്നരാശികൾ നമ്മൾ അറിയണം. അപ്പോൾ മേടക്കൂറിൽ ഏത് ലഗ്നക്കാർക്കാണ് ഗുണാനുഭവം ഉണ്ടാകുന്നത്, മേടക്കൂറിൽ വരുന്ന ഏത് ലഗ്നക്കാർക്കാണ് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ മേട ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേടക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നം ഇടവ ലഗ്നക്കാർ, മിഥുന ലഗ്നക്കാർ, കർക്കിടക ലഗ്നക്കാർ, കന്നി ലഗ്നക്കാർ, തുലാ ലഗ്നക്കാർ, മകര ലഗ്നക്കാർ, കുംഭലഗ്നക്കാർ ഇവർക്ക് 7 ശനിയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് വലിയ ദോഷം ചെയ്യില്ല എന്ന് പറയാം. അത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അതേസമയം അതിൽ ഈ കർക്കിടക ലഗ്നം, അതുപോലെ കന്നി ലഗ്നം, കുംഭലഗ്നം ഈ ലഗ്നക്കാർക്ക് ഗുണാനുഭവം ഉണ്ടാകാം, പക്ഷേ ചെറിയ താമസം ചിലപ്പോൾ നേരിട്ടു എന്നും വരാം. അതേസമയം മേടക്കൂറിൽ വരുന്ന മേടലഗ്നക്കാർ, ചിങ്ങലഗ്നക്കാർ, വൃശ്ചിക ലഗ്നക്കാർ, ധനു ലഗ്നക്കാർ, മീനലഗ്നക്കാർ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണാനുഭവം ഈ 7 ശനിയുടെ ആരംഭകാലത്തിൽ വരണമെന്നില്ല, അല്ലെങ്കിൽ ശനിയുടെ മീനരാശിയിലേക്കുള്ള രാശിമാറ്റ സമയത്ത് ഉണ്ടാകണമെന്നില്ല. എങ്കിലും ശനിയുടെ ഈ മാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ നമുക്ക് വിലയിരുത്തുന്നതിന് ഈ കൂറുകാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയും ഇപ്പോൾ നടക്കുന്ന അപകാരവും ഏത് ഗ്രഹങ്ങളുടേതാണെന്നറിയണം. അതൊക്കെ നല്ല ഗ്രഹങ്ങളുടേതാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ബുധൻ്റെയൊക്കെ ദശയും അപകാരവും ഒക്കെയാണ് ഇപ്പം നടക്കുന്നത്. അതുപോലെ ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ 7 ശനി കാലം എന്ന് പറയുന്നത് അവർക്ക് വലിയ ദോഷം ചെയ്യില്ല. അതേസമയം മേടക്കൂറിൽ പെടുന്നവർക്ക് ഇപ്പോൾ സൂര്യൻ്റെയോ അല്ലെങ്കിൽ ചൊവ്വയുടെയോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെയൊക്കെയാണ് ദശ അല്ലെങ്കിൽ അപകാരം ഒക്കെ നടക്കുന്നത് എങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് ഗുണാനുഭവം കുറയ്ക്കുന്നതിനും ദോഷാനുഭവം കൂടുന്നതിനും വഴിതെളിക്കും എന്ന് നമുക്ക് പറയാം, പൊതുവേ പറയാം. ഇനി നമുക്ക് ഈ 7 ശനി കാലം നമുക്ക് ഈ എന്ത് ഗുണാനുഭവവും എന്ത് ദോഷാനുഭവങ്ങളാണ് മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ശനി എന്ന് പറയുന്നത് അവരുടെ 10ഉം 11ഉം ഭാവാധിപനാണ്. അപ്പോൾ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി 12ലേക്ക് രാശി മാറി വരുന്ന സമയം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ
സ്വദേശത്ത് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കായിട്ട് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ ഒരു പൊടുന്നനെ അല്ലെങ്കിൽ സഡനായിട്ടുള്ള ഒരു മാറ്റം ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ സഡൻ ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരെ യാത്രകളാകാം, അതുമായി ബന്ധപ്പെട്ട അലച്ചിലുണ്ടാകാം, അല്ലെങ്കിൽ തൊഴിലിടത്തൊരു സുഖക്കുറവ് അനുഭവപ്പെടാം, അല്ലെങ്കിൽ തൊഴിലിൽ ചിലപ്പോൾ സഡൻ ലോസ് വന്നു എന്ന് വരാം, അല്ലെങ്കിൽ തൊഴിലിൽ ചിലപ്പോൾ ശ്രദ്ധക്കുറവുണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുന്നതിന് ചെറിയ ഒരു ഡിലേ, ഒരു കാലതാമസം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കേസിൽ അകപ്പെടാനുള്ളൊരു സാഹചര്യം, അതുപോലെ വർക്ക് പ്രഷർ, ചിലർക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അമിതമായിട്ടുള്ള ചെലവ്, ഒരു മാനസിക ടെൻഷൻ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഈ ഏഴര ശനിയുടെ ആദ്യഘട്ടം മേടക്കൂറുകാർക്ക് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. അതുപോലെ കുടുംബത്തിലും അതുപോലെ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവയൊക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് ചെറിയ നഷ്ടം, ബിസിനസ്സിൽ ചിലവ് കൂടുതൽ, അതുപോലെ തന്നെ ഈ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് അവർക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ്, അതിൻ്റെ ഉത്തരവാദിത്വ ഭാരമൊക്കെ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ അതുപോലെ സാമ്പത്തികമായിട്ട് ചിലവ് കൂടുകയും ചിലപ്പോൾ ധനനഷ്ടം വരികയും ഒരു ഒറ്റപ്പെടൽ ഭീതിയൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് ഈ ഏഴര ശനി കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടലഗ്നങ്ങളിലാണ് അവർ വന്നിട്ടുള്ളത് എങ്കിൽ ഈ അത്തരത്തിലുള്ള ലഗ്നം, പ്രത്യേകിച്ച് ഇടവം, അതുപോലെ മിഥുനം, കർക്കിടകം, അതുപോലെ കന്നി, തുലാം, മകരം, കുംഭം, ഇത്തരത്തിലുള്ള ലഗ്നങ്ങളൊക്കെയാണ് അവർക്ക് വരുന്നതെങ്കിൽ ഈ ദോഷാനുഭവങ്ങളുടെ തീവ്രതയൊക്കെ കുറയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്കെടുക്കാം. അതേസമയം ചില ഗുണാനുഭവങ്ങൾ ഈ ഏഴര ശനി സമയത്ത് ഈ മേടക്കൂറുകാർക്ക് വരാം. അതായത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുപോലെ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശനി ഈ 11ാം ഭാവാധിപനും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു കോൺസെൻട്രേഷനൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12ൽ വരുമ്പോൾ പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ പുതിയ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സുഹൃത്തുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ ബന്ധങ്ങൾ മുഖാന്തരമോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയും ചിലപ്പോൾ ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ അന്വേഷിക്കുകയും അവരെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ക്ഷമയോടെ അച്ചടക്കത്തോടെയൊക്കെ സത്പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നതിനുള്ളൊരു സാഹചര്യമൊക്കെ ഈ സമയത്ത് വരാം. മാത്രമല്ല ധ്യാനം, അതുപോലെ യോഗ ഇവയൊക്കെ ശീലിക്കുക വഴി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിനുള്ളൊരു പരിഹാരമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ദീർഘകാല നേട്ടം കിട്ടത്തക്ക വിധം ഉള്ള പ്രോജക്റ്റിലൊക്കെ പണം മുടക്കുന്നതിനൊക്കെ അനുകൂല സാഹചര്യമാണ്. ചിലർക്ക് നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ ലാഭകരമാക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു സാഹചര്യവും അതിനുള്ളൊരു തന്ത്രങ്ങളും പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ശനിയുടെ ഈ 12ാം ഭാവരാശിയിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12ൽ നിൽക്കുന്ന ശനി നമുക്ക് എത്രത്തോളം ഗുണദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശനി നിൽക്കുന്ന രാശിയേക്കാളും ശനി ഏതെല്ലാം രാശികളിൽ നോക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിൽക്കുന്ന രാശിയേക്കാൾ ആ ശനി ദൃഷ്ടി ചെയ്യുന്ന രാശികളുടെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 നിൽക്കുന്ന ശനി, മേടക്കൂറുകാരുടെ 12ാം ഭാവരാശിയിൽ നിൽക്കുന്ന ശനി അതിൻ്റെ 3ാം ഭാവം, അതായത് ഈ കൂറുകാരുടെ 2ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു.
എന്ന് പറഞ്ഞാൽ ശനി 2ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ കുടുംബകാര്യത്തിലും ധനപരമായ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ധനവിനിയോഗത്തിൽ ഒരു കെയർ, അല്ലെങ്കിൽ ധനപരമായിട്ട് ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വർക്കിലൂടെയോ മറ്റു ദൂരയാത്രകളിലൂടെയോ ഒക്കെ നമുക്ക് ഈ ധനസമ്പാദനത്തിനുള്ളൊരു മാർഗമൊക്കെ ഈ സമയത്ത് കണ്ടെത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു നേട്ടം കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. എങ്കിലും നമ്മൾ ക്ഷമയും അച്ചടക്കവും ഒക്കെ ശീലിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നവർക്ക് ഈ കുടുംബത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കുന്നതിനും ഒക്കെ ഈ ശനി സഹായകമാകും. അതല്ലാത്തവർക്ക് ഇപ്പം അച്ചടക്കമൊന്നും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും തർക്കുത്തരങ്ങളൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്വ ബോധത്തോടെ അല്ലാതെ നീതിക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഈ കുടുംബകാര്യത്തിലും അതുപോലെ ധനപരമായ കാര്യത്തിലുമൊക്കെ ചില പ്രയാസങ്ങൾ നേരിടും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ 12ാം ഭാവരാശിയിൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് അതിൻ്റെ 7ാം ഭാവമായിട്ടുള്ള ഈ കൂറുകാരുടെ 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഈ 6 എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് ശനിയുടെ മിത്രരാശിയും കൂടെ, മിത്രഗ്രഹവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മിത്രരാശിയിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പം 12ലെ ശനി 6ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. 6 എന്ന് പറഞ്ഞ രോഗസ്ഥാനമാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിട്ടയായിട്ടുള്ള വ്യായാമം വഴി അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള ദിനചര്യകൾ സ്വീകരിച്ചു പോകുന്നവർക്ക്, ആഹാരത്തിലൊക്കെ കെയർ കൊടുത്തു പോകുന്നവർക്ക് തീർച്ചയായിട്ടും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം കണ്ടെത്താനാകും. അതുപോലെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ കടബാധ്യതകൾ വീടുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ ശനി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും വ്യവഹാരങ്ങൾ, അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളായിക്കോട്ടെ, അതുപോലെ മറ്റു സേവനപരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളായിക്കോട്ടെ, ആ വ്യവഹാരങ്ങളിലൊക്കെ ഒരു വിജയത്തിന് നമുക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശത്രുക്കളുടെയൊക്കെ ശല്യമൊക്കെ പൊതുവെ കുറയും. അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിട്ടയായിട്ടുള്ള വർക്കും ചിട്ടയായിട്ടുള്ള പരിശ്രമമൊക്കെ വഴി അവരുടെ മത്സര പരീക്ഷകളിലൊക്കെ തന്നെ, ഇൻ്റർവ്യൂകളിൽ, ടെസ്റ്റിൽ ഒക്കെ തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ 6ലെ ശനിയുടെ ദൃഷ്ടിയെ കൊണ്ട് ഉണ്ടാകും എന്ന് പറയാം. അതുപോലെ കരാർ വർക്ക് ചെയ്യുന്നവർക്ക്, ഖനന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, അതുപോലെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, നിയമമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ 6ലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് പറയാം. അതേസമയം നമ്മൾ ഈ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഗാംബ്ലിങ്, അതായത് ചൂതാട്ടം, അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടു പോകുന്നവർക്ക് ചിലപ്പോൾ ധനപരമായിട്ട് നഷ്ടത്തിന് സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കും. അപ്പം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും, മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ശനി, ഈ 12 നിൽക്കുന്ന ശനി അതിൻ്റെ 10ാം ഭാവമായിട്ടുള്ള ഈ കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ആ 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം നടത്തി തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. കാരണം 10ാം ദൃഷ്ടിയാണ്. 9ലേക്ക് 12 നിൽക്കുന്ന ആഗ്രഹം അതിൻ്റെ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിദേശത്ത് ഉന്നത പഠനമൊക്കെ നടത്തി പോകുന്നവർക്ക് ഉന്നത പഠനാനന്തരം അവർക്ക് തൊഴിൽ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അതിനുള്ളൊരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകും. അതുപോലെ നമുക്ക് ഈ പഠനത്തിനൊക്കെ വായ്പ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ആത്മീയ കാര്യങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ശനി അതിന് സഹായകമായ ഒരു ഗ്രഹമാണ്. ഭാവി കാര്യങ്ങൾ ഭദ്രമാക്കുന്നതിനുള്ള പദ്ധതികൾ,
പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിനും ഈ ശനിയുടെ ആ 9ലെ ദൃഷ്ടി വഴിതെളിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂട്ടുന്നവർക്കും അതുപോലെ അച്ചടക്കവും ക്ഷമയും ഒക്കെ വച്ചു പുലർത്തി പോകുന്നവർക്കും ധർമ്മപ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടു പോകുന്നവർക്കും അതുപോലെ നീതിബോധത്തോടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നവർക്കുമൊക്കെ ശനി വളരെ ഗുണം ചെയ്യും, ദോഷം ചെയ്യില്ല. അത് ശനിയുടെ അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.